ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷം. വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള ബിജെപിയുടെ ശ്രമം പരാജയപ്പെട്ടു എന്നാണ് മഹാസഖ്യം പറയുന്നത്. രേഖകൾ തെളിയിക്കാൻ നോട്ടീസ് അയച്ച 3 ലക്ഷം വോട്ടർമാർക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തതയില്ലെന്ന് CPIML ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, പുതിയ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ അതിന്റെ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പ്രതിഷേധങ്ങളൊക്കെ അത് ഫലം കണ്ടു എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ, എന്നാൽ അതിൽ വ്യക്തതയില്ല എന്ന തരത്തിലേക്കും അങ്ങനെയൊക്കെയാണോ പ്രതികരണങ്ങൾ? അനുജ, ഈ ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാകുന്ന ഘട്ടത്തിൽ മഹാസഖ്യത്തിന്റെ ഭാഗത്തു നിന്നും സമ്മിശ്രമായ പ്രതികരണമാണ് പുറത്തു. ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം അത് ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുകയാണ്. തങ്ങളുടെ പ്രതിഷേധങ്ങൾ ഗുണം ചെയ്തു എന്നും അതുകൊണ്ടാണ് വലിയ തോതിലുള്ള വോട്ടർമാരെ ഒഴിവാക്കാനുള്ള BJPയുടെ നീക്കം പരാജയപ്പെടുകയും തുറന്നു കാണിക്കപ്പെടുകയുമാണ് ഉണ്ടായത് എന്നും വോട്ട് ചോരി ആരോപണം ഫലം കണ്ടു എന്നുമാണ് RJDയും ഒപ്പം തന്നെ കോൺഗ്രസും വിലയിരുത്തുന്നത്. എന്നാൽ അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ അത് വ്യക്തതയില്ല എന്നും വ്യക്തമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം എന്നുമുള്ള പ്രതികരണമാണ് CPIML നടത്തിയിരിക്കുന്നത്. ഈ രേഖകൾ തെളിയിക്കാൻ നോട്ടീസ് അയച്ച 3 ലക്ഷം വോട്ടർമാർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും അവരിൽ എത്ര പേർ ഉൾപ്പെടുത്തി, എത്ര പേരുടെ അപേക്ഷകൾ തഴയപ്പെട്ടു എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കാൻ തയ്യാറാകണമെന്നും CPIML ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഫോം 6-ൽ ഉൾപ്പെടുത്തിയ വോട്ടർമാർ എത്ര പേർ പുതിയതാണ്, ഒപ്പം തന്നെ നേരത്തെ തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും പിന്നീട് കരട് പട്ടികയിൽ ഒഴിവാക്കപ്പെട്ട ശേഷം വീണ്ടും ചേർക്കാൻ അപേക്ഷ നൽകുകയും ചെയ്ത എത്ര പേരുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇല്ല എന്നും ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മുഴുവൻ വിവരങ്ങളും കമ്മീഷൻ വ്യക്തമാക്കണമെന്നുമാണ് CPIML ആവശ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.